അയ്യപ്പേട്ട, ഈ പറയുന്ന ADM നവീൻ ബാബുവിൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ചത്, അതിനിടയിൽ ഉയർന്നു വന്ന ഒരു പേരുണ്ട്, വീണാമണി. വീണാമണി ഈ സംഭവം ഉണ്ടായ സമയത്ത് പറഞ്ഞ 2-3 പേരുകളുണ്ട്. ഒന്ന് ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള, ഗോവിന്ദന്റെ മകൻ ശ്യാം. ഈ 3 പേരുടെയും ഫോൺ കോളുകൾ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നാമ്പുറമൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ആരും ആ ഒരു സംഭവം അന്വേഷിച്ചില്ല. ഇപ്പോൾ സത്യത്തിൽ ദിവ്യ എന്ന് പറയുന്ന നേതാവ്, രാഷ്ട്രീയ നേതാവ്, ഉയർന്നു വന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതാവ്, നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അവർ കല്യാശ്ശേരിയിൽ മത്സരിക്കും എന്നൊക്കെ കരുതിയിരുന്നതാണ്. അവരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നതും അവർ അറസ്റ്റിലാവുന്നു, അവർ ജാമ്യത്തിൽ ഇറങ്ങുന്നു. എന്തായാലും ഇനി കുറച്ചു കാലത്തേക്ക് ദിവ്യയുടെ ശല്യം എന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്കെങ്കിലും ദിവ്യയുടെ ശല്യം കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എന്തെങ്കിലും ഒരു പങ്ക് ഉണ്ട് എന്ന് ചേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ച് MV ഗോവിന്ദന്റെ മകൻ ഈ ഭൂമാഫിയ ഇടപാടിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭൂമാഫിയ ഇടപാടിൽ ഗോവിന്ദന്റെ മകൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ PP ദിവ്യയുടെ ഭർത്താവിനും ഇതിലൊക്കെ ബന്ധമുണ്ട്. 2, ജനാധിപത്യ മഹിളാ അസോസിയേഷനിലെ ശ്യാമള, ഈ PP ദിവ്യയെ പോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ മുനിസിപ്പൽ ചെയർമാൻ വരെ ആയിരുന്ന ആന്തൂർ സാജന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ശ്യാമള കണ്ണൂർ ഈ പറയുന്ന പഞ്ചായത്ത് തലത്തിലൊക്കെ പാർലമെന്റ് തലത്തിലുണ്ട്. ആരുടെ? ഗോവിന്ദന്റെ ഭാര്യ. അപ്പോ കണ്ണൂർ ഇപ്പോൾ 2 പേരുകൾ ഉയർന്ന, അതായത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലോ CC ഉണ്ടെന്ന് തോന്നുന്നു. KK ശൈലജയെ അതെ, സെൻട്രൽ കമ്മിറ്റിയിലുള്ള ശൈലജ ടീച്ചർ പോളിറ്റ് ബ്യൂറോയിലേക്ക് കടത്തി വിടാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് അത്ര കണ്ട് അഭിമതയല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നാം പറഞ്ഞു വരുന്നത്, കണ്ണൂർ രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന സ്ത്രീജനങ്ങളിൽ ആയിട്ടുള്ള PK ശ്രീമതി, KK ശൈലജ കഴിഞ്ഞാൽ അടുത്തത് ശ്യാമളയായി വരണം, ശ്യാമളയിലേക്ക് എത്തണമെന്ന് ഗോവിന്ദൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗോവിന്ദൻ ഒരു വേള തന്റെ ഭാര്യയ്ക്കൊരു പ്രൊമോഷൻ രാഷ്ട്രീയമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഗോവിന്ദനും കൂടെ കളിച്ചുകൊണ്ട് തന്നെയാണ് PP ദിവ്യയെ കുറ്റക്കാരിയാക്കി ചാർത്തിയത് എന്നുകൂടെ നമുക്കിതിൽ വായിച്ചെടുക്കാൻ പറ്റും. അവര് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരുടെയും കൂടെ ശ്യാമളയുണ്ടായിരുന്നു, അഭിനയമായിരുന്നു. ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യ ഉണ്ടായിരുന്നു. സുകന്യയൊക്കെ ഒതുക്കി കളഞ്ഞല്ലോ പാർട്ടി. ജെയിംസ് മാത്യു രാഷ്ട്രീയം മതിയാക്കി. സുകന്യയൊക്കെ വ്യക്തിത്വമുള്ള ഒരു നേതാവാണ്. ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത് SFIയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നതാണ്, ഞങ്ങളുടെ സ്കൂൾ പഠനകാലത്തൊക്കെ. അപ്പോ ഈ പറയുന്ന പോലെ ഇവർ പൊങ്ങി വരേണ്ടത്, ഇവരുടെ പൊങ്ങി വരുന്നതിന് ഒരു തടയിടേണ്ടത് ഗോവിന്ദൻ മാഷിന്റെ കാര്യം. ഗോവിന്ദൻ മാഷ് എന്റെ ഭാര്യ എതിർക്കുമ്പോൾ ഈ ആന്തൂർ സാജന്റെ മരണം, മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന ആന്തൂർ സാജന് ഒരു പേപ്പർ ശരിയായി കൊടുക്കുന്നതിന്, അദ്ദേഹത്തിന് ഒരു സാങ്ഷൻ കിട്ടുന്നതിന് എതിർക്കുമ്പോൾ EP ജയരാജൻ ഈ ആന്തൂർ സാജനൊപ്പമായിരുന്നു. ഇന്നും പാർട്ടിക്കകത്ത് EP ജയരാജനും ഗോവിന്ദ മാഷും തമ്മിൽ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ട്. അടിയുടെ ഭാഗമായാണ് ആ ഒരു മരണം പോലും സംഭവിച്ചത്. അതെ, ഈ AK സെന്ററിൽ ഒരാൾ മരണപ്പെട്ടതിന്റെ ഒരു ആരും അറിയാത്തൊരു കഥയുണ്ട്. അതായത് EP ജയരാജനെ വെച്ച് വിളമ്പിക്കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായി, തിരുവനന്തപുരത്ത് നെടുവങ്ങാടുകാരനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം വരെ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നാമ്പുറത്തുണ്ടായ കഥയാണ്. അത് KM ഷാജാൻ സാറൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അതായത് ഈ പറയുന്ന MV ജയരാജൻ ഒരു വേള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവാൻ ആഗ്രഹിക്കുകയും അത് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ആളാണ് ഗോവിന്ദൻ. അതിന്റെ ഒരു ഇവര് തിരുവനന്തപുരത്ത് AK സെന്ററിന് തൊട്ടടുത്തുള്ള പാർട്ടിയുടെ ഫ്ളാറ്റിൽ താമസമായിരിക്കുന്ന സമയത്ത് വരെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഗോവിന്ദൻ എന്ന നേതാവിനെ സംബന്ധിച്ച് ഗോവിന്ദന്റെ ഭാര്യയെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് ദിവ്യ ഒരു തടസ്സമാണ് എന്നുണ്ടെങ്കിൽ ദിവ്യയെ മാറ്റി നിർത്തുക എന്നുള്ള. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ പ്രീത പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ പോയി സ്വീകരിച്ചെന്ന് പറഞ്ഞു. PP ദിവ്യയെ എത്രത്തോളം ഇവർ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നോ, ദിവ്യയുടെ കയ്യിൽ നിരവധി തെളിവുകളും ഉണ്ടാവും. ഈ ഭൂമാഫിയയെ സംബന്ധിച്ച് ഗോവിന്ദന്റെ മകൻ കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളതാണെങ്കിൽ തെളിവുണ്ട്. കാര്യം PP ദിവ്യ ചില്ലറക്കാരിയല്ല. PP ദിവ്യയെ ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും ഒരു വേള കൈറൂരി ഇങ്ങനെ വിടും.
ഏത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് കയറൂര് വിട്ടിട്ട് പിടിക്കാൻ പറ്റാതെ പോയിരിക്കുന്നത്. ഒത്തിരി പേരെ പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ച് ഇവർ കയറൂരി വിട്ടു, പക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള ആരൊക്കെ കയറൂരി വിട്ട് എന്തൊക്കെ കെട്ടുമുട്ടിച്ച് പോയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു പിടിച്ച് ശിക്ഷ കൊടുത്ത് ഒതുക്കി മാറ്റിയിരുത്തുന്ന ശീലം ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിണറായി വിജയന്റെ കാര്യത്തിൽ ഇതുവരെ പറ്റിയെന്നുള്ളത് ഇനി അങ്ങോട്ട് ചെയ്തുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരു നിരീക്ഷണ കണ്ണ് മറ്റേത് പാർട്ടിയേക്കാളും ഈ പാർട്ടിയിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് PP ദിവ്യ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, കുറച്ച് കയറൂരി പോയി എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് PP ദിവ്യയെ ഒതുക്കിയത്. അത് ഈ പറയുന്ന ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് ഒരു ഉയർച്ചയ്ക്കും കൂടെ വേണ്ടി തന്നെയാണ്. നീ ജയിലിൽ നിന്ന് വരുമ്പോൾ നിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ. അതായത് PP ദിവ്യയുടെ കയ്യിലുള്ള തെളിവുകൾ, ആ തെളിവുകളാണ് അവരെ ഭയപ്പെടുത്തിയിരുന്നത്. അതായത് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ ഒരു രീതി അങ്ങനെയാണ്. പാർട്ടിക്കുള്ളിലുള്ളവരെ ഒതുക്കുന്നത് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെയാണ്. അത് തന്നെയാണ്. അല്ലാതെ CPM-ന്റെ ഉള്ളിലേക്കും പുറമേ നിന്ന് ഒരാളെ ഒതുക്കാൻ കഴിയില്ല. അത് ഒതുക്കണമെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ കയറൂരി വിടുക, ഒരു വേള ഇവരെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ പുറമേ നിന്ന് തട്ടാനായിട്ടുള്ള വഴിയാണ് പാർട്ടിക്കകത്തുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ദിവ്യ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ MV ഗോവിന്ദന്റെ ഭാര്യക്ക് അവിടെ സ്ഥാനമില്ലാതെ, അതായത് ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഒക്കെ മെല്ലെ മാറുകയാണ്. അപ്പൊ അതിലേക്ക് ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു പേര്, ആ ഒരു രീതിയിൽ കൂടി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു പിടി തനിക്ക് തന്റെ കുടുംബത്തിന് വേണമെന്നുള്ളതായിരുന്നു MV ഗോവിന്ദൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഒരു കണ്ണ് മുഖ്യമന്ത്രി കസേരയിലേക്കുണ്ട്, അത് കിട്ടാനും പോകുന്നില്ല, അത് കിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ പാർട്ടിയിൽ ഒരു പിൻബലം വേണം. കാരണം മകന്റേതായിട്ടുള്ള ഈ പറയുന്ന കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം കൂടി ഒതുക്കി നിർത്തണമെങ്കിൽ ഇവർ കൈയാളിക്കൊണ്ടിരിക്കുകയാണ് അധികാരം എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ളതാണ്. അതായത് പ്രീത ഇപ്പൊ പറഞ്ഞില്ലേ, ഗോവിന്ദന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യതയില്ലെന്ന്. എങ്ങനെയെന്നറിയോ, അതിനൊരു സാധ്യത തെളിഞ്ഞു വരുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന് നോക്കും. ഇപ്പൊ പിണറായിയുടെ മുഖം കാണിച്ചുകൊണ്ടായിരിക്കും പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടതുപക്ഷം ഇറങ്ങാൻ പോകുന്നത്. ഒരു വേള പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തെങ്കിലും വൻ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പിണറായിയുടെ മുഖം പിന്നെ നിയമസഭയിൽ കാണിക്കാൻ പറ്റില്ല. അത് ശരിയാണ്. പക്ഷേ ഒരിക്കലും CPM-ന് പറ്റിയ ഒരു എന്താ പറയാ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് ഗോവിന്ദൻ എന്നുള്ളത് CPM-കാരിൽ നിന്ന് പോലും ഉയർന്നു കേൾക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഭൂരിഭാഗം പേർക്കും അതല്ല. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പിണറായി എന്ന് പറയുന്നത് ഒരു ഫേസ് തന്നെയാണ്. രാഷ്ട്രീയത്തിന്റെ ആയാലും ഭരണത്തിന്റെ ആയാലും ഒരു ഫേസ് ആണ്. അത് തന്നെയാണ് BJP-യിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഫേസുകൾ നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ പിണറായിക്ക് എല്ലാവരെയും അച്ചടക്കത്തോടെ നിർത്താനുള്ള ഒരു കഴിവുണ്ട്. അത് പവറുണ്ട്. ആ പവർ ഇല്ലാത്ത ഒരാൾ ആ സ്ഥാനത്ത് കയറിയിരുന്ന് എപ്പോഴെങ്കിലും ഒക്കെ ഒരു വിടുവായുത്തരം പറയുകയില്ല. പിണറായി വാ തുറക്കാത്തത് പോലും ഒരു വേള പാർട്ടിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം വാ തുറന്ന് എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന ഒരാളാണെങ്കിൽ അത് പലപ്പോഴും പല അബദ്ധങ്ങളിലും പോയി ചാടും. പലപ്പോഴും പല അബദ്ധങ്ങൾ. ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും സാധാരണ ഒരു അധ്യക്ഷനൊക്കെ വന്നിരുന്ന 24 മണിക്കൂറും ഒരു പത്രസമ്മേളനം, ദിവസത്തിൽ ഒരു പത്രസമ്മേളനം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈറ്റ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരിക്കലും കൊടുക്കുന്നില്ല. കാരണം ആവശ്യമുള്ളത് മാത്രമേ പുറത്തേക്ക് വരേണ്ടതുള്ളൂ എന്നുള്ള കഠിനമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ MV ഗോവിന്ദനെ പോലെ ഒരു ഗോവിന്ദ മാഷ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നതിന്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മൾ പറയില്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉള്ള ആ ഒരു ഇതല്ല അത് വന്നപ്പോൾ. അപ്പൊ ആ ഒരു രീതിയിൽ അത്ര പോലും ശോഭിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ എല്ലാ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ല, അത് ഇതിനകത്ത് അങ്ങനെ സരസനായിരുന്നു നമ്മുടെ EK നായനാര്. സരസനായിരുന്നു EK നായനാര്. ഗോവിന്ദനൊക്കെ കാലിബർ വേറെയാണ് കേട്ടോ. സരസനാവാം. പാർട്ടി ഒരു ജനതയെ നയിക്കാനുള്ള ഒരു ആത്മവീര്യം വേറെയാണ്. ഒരു പാർട്ടി സെക്രട്ടറി തലം വേറെയാണ്. കണ്ണൂർ സ്റ്റൈലാണ്. അതെ, പാർട്ടി സെക്രട്ടറി അതല്ല ചേട്ടാ. സംസാരിക്കുന്നതും എല്ലാം മാറ്റി നിർത്തിയാൽ പോലും നമ്മൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും സരസനാണോ അല്ലയോ എന്നുള്ളതല്ല. ഇപ്പോ അവരുടെ എല്ലാം കൂടെ പണിയെടുത്തിട്ടുള്ള ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ആയിരുന്നു, പക്ഷെ
ഇന്ന കാര്യത്തിൽ ഇന്നതുപോലെ ആയിരിക്കും. ഈ എപ്പോഴും വിടുവായുത്തരം പറയുന്നതല്ല സരസത്തരം. അതാണ് വിടുവായുത്തരം പറയുന്നതല്ല. പിന്നെ അവിടെ കിടന്ന് ഉരുളാൻ പറ്റില്ല ഒരിക്കലും. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുഖ്യമന്ത്രി വന്നിരുന്ന വിടുവായുത്തരം പറയുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും ഏതിനും അവിടെ ഇവിടെ നോക്കാതെ ഒരു മറുപടി പറയുന്നു, പിന്നീട് പറയുന്നു ഞാൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. ആ ഒരു തലമൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. ആ തലത്തിലൊക്കെ പിണറായിയെ നമ്മൾ സമ്മതിച്ചു തന്നെ ആവണം. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന തുടങ്ങിയിടത്ത് തന്നെ നമുക്ക് സംസാരം കൊണ്ടുപോകാം. എം.വി. ഗോവിന്ദനെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ പി പി ദിവ്യക്ക് ഒരു തെറ്റുകൂടെ പറ്റി. പി ദിവ്യ ആകെ തന്റെ ഗോഡ്ഫാദറായി കണ്ടത് ശശിയെയാണ്, പി ശശി. അപ്പോ ശശിക്ക് രക്ഷപ്പെടുത്തുന്നതിനും കൂടെ നിർത്തുന്നതിനും പരിമിതിയുണ്ട്. ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിലും കണ്ണൂർ പൊളിറ്റിക്സിലെ ശശി എപ്പോഴും ശശിയുടെ മേലൊരു കണ്ണ് പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ശശി എന്നാൽ എന്തൊക്കെയാണ്? ശശി സമം ഇന്നത് 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 എന്നൊരു ഡെഫിനിഷൻ ശശിക്കുണ്ട്. ആ ശശിയെയാണ് ഇവർ കൂടുതൽ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഏതായാലും അങ്ങനെ ഒരു ഗോഡ്ഫാദറെ കണ്ട ദിവ്യയെ സംബന്ധിച്ച് ദിവ്യ ഇപ്പോൾ ഈ സുപ്രീം കോടതി കൂടി ഇതിനി അന്വേഷിക്കേണ്ട എന്ന്, നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണം അന്വേഷിക്കേണ്ട, അത് ആത്മഹത്യ ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരാളുടെ മരണത്തിന് ആത്മഹത്യക്ക് കാരണക്കാരിയായ നേതാവ് എന്ന കളങ്കിത വ്യക്തിത്വം അവരുടെ മേൽ ഉണ്ട് എന്നുള്ളത് താൽക്കാലികമായിട്ടാണെങ്കിലും അതുകൊണ്ട് അത് വരുത്തി തീർക്കാൻ എം.വി. ഗോവിന്ദനും കുടുംബത്തിനും കൃത്യമായി കഴിയുകയും ചെയ്തു. തീർച്ചയായിട്ടും എം.വി. ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നതിനും കൂടെ വേണ്ടിയാണ് പാർട്ടിക്കകത്ത് കണ്ണൂരിൽ നിന്ന് മറ്റൊരു സ്ത്രീമുഖം എന്ന രീതിയിൽ പ്രൊമോഷൻ കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമിന്റെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞേക്കാം.